സാബുമാൻ ഇപ്പുറത്തെ ഗ്രൂപ്പിൽ നിൽക്കും, അപ്പുറത്തെ ഗ്രൂപ്പിൽ നിൽക്കും. നെവിൻ ഇന്ന് സാബുമാനെ വലിച്ച് കീറി മാക്സിമം ചുവരിലോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നെവിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. നെവിൻ ഈ പറയുന്ന പോലെ എത്രയൊക്കെ എന്നെ ഇനി പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയാലും ഇപ്പൊ എനിക്ക് അവന്റെ ഒരു ഇത് പിടികിട്ടി. അതുകൊണ്ട് അവൻ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ റിയാക്ട് ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന സാബുമാനിക്ക് ഒരു വലിയ തിരിച്ചടിയായിപ്പോയി മക്കളെ നെവിൻ കൊടുത്തത്. ശരിക്കും സാബുമാൻ പറഞ്ഞിട്ടുണ്ടോ പാട്ടാ ഗേൾസിനെ തകർക്കണമെന്ന്? അക്ബറും ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്ബറും നെവിനും ഇന്നലെ പൈസയുടെ കാര്യത്തിൽ ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടോ? എപ്പിസോഡിനകത്ത് ആ സാധനം ഉണ്ടോ? ലൈവിനകത്ത് ആ സാധനം ഉണ്ടോ? കുറേ കമന്റുകൾ ഇന്നലെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞത് അങ്ങനെയല്ല, അത് തെറ്റാണ്, അവരുടെ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്. സോ ലൈവിലെ അപ്ഡേറ്റും അതുപോലെ തന്നെ അക്ബർ നെവിന്റെ ഡീല് കാര്യങ്ങളും ഒക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. ലൈക്ക്, ഷെയർ, കമന്റ്, പിന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കുക ചെയ്യരുത്. അപ്പോൾ ആദ്യം ഞാൻ ഇന്നലത്തെ അക്ബറിന്റെ നെവിൻ്റെയും കേസ് ഒന്നുകൂടെ പറയാം. ഞാൻ ഇന്നലെ ലൈവ് കണ്ടപ്പോഴത്തേക്കും ലൈവിനകത്ത് അവർ പ്രത്യേകിച്ച് ഡീലെന്നും കാശ് കൊടുക്കുന്നത് വരെയും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം തമാശയായിട്ട് നീ പുറത്തുനിന്ന് കടം ചോദിച്ചാലൊക്കെ ഞാൻ തരാം എന്ന് അക്ബർ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതിനുശേഷം നെവിൻ പിന്നീട് പറയുന്നുണ്ട് എനിക്ക് തരുമല്ലോ അല്ലേ, തരാം 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 എന്നിങ്ങനെ പറയുന്നുണ്ട്. ഏതാണ്ട് ഇത് എത്ര മണിക്കാണ് നടക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ലൈവില് ഏതാണ്ട് പിന്നീട് എപ്പിസോഡ് തുടങ്ങാൻ സമയമായി. ഞാൻ എപ്പിസോഡ് കാണാൻ വന്നു. എപ്പിസോഡ് ഞാൻ കണ്ടപ്പോൾ അതിനകത്തില്ല. അപ്പോൾ എപ്പിസോഡ് കാണുന്ന സമയത്ത് ലൈവിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ഒരു പോർഷൻ കണ്ടിട്ടില്ല. അത് ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. കുറേ പേര് അതിനകത്ത് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി നെവിന് വരുന്ന ക്യാഷ് ഫുള്ളും അക്ബറിനാണ് കൊടുക്കുന്നത്, കാരണം അക്ബർ വെളിയിൽ വന്നിട്ട് തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് ഞാൻ ലൈവിൽ അത് കണ്ടിട്ടില്ല മക്കളെ. സത്യമായിട്ട് ഞാനത് കണ്ടിട്ടില്ല. കാരണം ഞാൻ എപ്പിസോഡ് കാണാൻ വന്നു. നിങ്ങൾ വിചാരിക്കും പോലെ എപ്പിസോഡ് ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കാണണം, അതിന് റിവ്യൂ ചെയ്യണം, അത് വീഡിയോ എടുക്കണം, ഷൂട്ട് ചെയ്യണം. അതൊക്കെ ഒരു വലിയൊരു പ്രൊസീജിയറാണ്. നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര വലിയ പ്രൊസീജിയറാണ്. അത് ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈവിൽ എന്താ ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൈവിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കുറച്ച് ടൈം അതിൽ പിറകിലേക്ക് അടിക്കാൻ പറ്റും അല്ലേ? ആ പിറകിലേക്ക് അടിക്കാൻ പറ്റുന്നത് ഞാൻ പിറകിലേക്ക് അടിച്ച് നോക്കും. അല്ലാതെ വേറെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അതാണ്. അതിനിടയിൽ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നെവിൻ ബുദ്ധിയുള്ള ഒരാൾ തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം കൊടുക്കുന്ന ക്യാഷ് പുറത്തു വന്ന് വാങ്ങിക്കാം എന്നുള്ളൊരു ഓപ്ഷനിലാണെങ്കിൽ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇന്നിനി മോർണിംഗ് ഈ പറഞ്ഞതുപോലെ സോങ് മോർണിംഗ് രാവിലെ തന്നെ അനീഷും ഷാനവാസും എഴുന്നേൽക്കുന്നുണ്ട്. അനീഷ് വീട്ടിലെ വിശേഷങ്ങൾ പറയുന്നു, ഷാനവാസ് വീട്ടിലെ വിശേഷങ്ങൾ പറയുന്നു. ഇന്നത്തെ മോർണിംഗ് സോങ് വരികയാണ്. ഈ പൈസ ഓക്കേ ദാ, ഈ പൈസ ഓക്കേ ദാ. അതാണ്. എല്ലാവരും നോർമൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അടുക്കളയിൽ കയറുന്നു, ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുകയാണ്. അതിനുശേഷമാണ് എല്ലാവരും കൂടെ സംസാരിക്കാനിരിക്കുമ്പോൾ നെവിൻ പറയുന്നു, ഈ പറയുന്ന സാബുമാൻ എൻ്റെ അടുത്തും അക്ബറിൻ്റെ അടുത്തും പറഞ്ഞു പാട്ടാ ഗേൾസ് ഒരു വലിയ ഗ്രൂപ്പാണ്, അവരെ തകർക്കണം. അപ്പൊ നെവിൻ പറയാണ്, ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ. സാബുമാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ തകർക്കണം എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ നെവിൻ, എടാ നീ നാരദനാണ്, നീ അവിടെ നിൽക്കും ഇവിടെ നിൽക്കും, നടുക്കുന്ന കത്തിക്കലാണ് നിന്റെ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ എടുത്തിട്ട് സാബുമാനെ ഉടുത്ത് വാരുവാണ്. അക്ബറിന്റെ അടുത്ത് ശരിക്കും അക്ബറിന്റെ അടുത്തും നെവിൻ്റെ അടുത്തും കൂടി മെനിയാന്ന് ജയിലിൽ കിടന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ പോയി പറഞ്ഞു. അതിനകത്ത് ഇവരെ തകർക്കണമെന്ന് പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല. പക്ഷെ അക്ബറും കൂടി, നെവിൻ മാത്രമല്ല അക്ബറും ഈ സെയിം സ്ഥാനം പറയണം, നീ തകർക്കും എന്ന് പറഞ്ഞത് എനിക്കും അറിയാം, ഞാനും അത് കേട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞിട്ടുണ്ടാവണം. ഞാനത് റെഫർ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് അപ്ഡേറ്റ്. അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ എൻ്റെ ഈ പറയുന്ന സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ എഴുതിയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്തതാണോ അതോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് വല്ലതും പറഞ്ഞതാണോ? നമ്മൾ അത്രയും ഇങ്ങനെ ഇരിക്കത്തില്ലല്ലോ സൂക്ഷ്മമായിട്ട്. അപ്പം പറഞ്ഞിട്ടുണ്ടാവാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. കാരണം നെവിൻ വലിച്ചു കീറി സാബുമാനെ ഒട്ടിക്കുന്നുണ്ട്. അപ്പൊ അനുമോളും പറയുന്നുണ്ട്, ഇവന്റെ സ്വഭാവം വെച്ച് എനിക്ക് പലതവണ തോന്നിയതാണ്, അവിടുത്തെ കാര്യം വന്നവൻ ഇവിടെയും പറയും, ഇവിടുത്തെ കാര്യം പോയി ഇവൻ അവിടെയും പറയും. അപ്പൊ സാബുമാൻ, ഇല്ല ഞാൻ അങ്ങനെ പറയില്ല, ഞാൻ ഒരാളെ പേഴ്സണലി ഒന്നും പറയില്ല, ഞാനൊന്നും ചെയ്യത്തില്ല. അപ്പൊ നെവിൻ, എടാ നീ കൂടുതൽ സംസാരിക്കല്ലേ, കാര്യം ഇവളൊരു വൃത്തികെട്ടവളാണ് അനു. പക്ഷെ നീ പറഞ്ഞതുപോലെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇവരെ തകർക്കണമെന്ന് പറയും, ഇവരുടെ അടുത്ത് വന്നിട്ട് നമ്മളെ പറ്റി പറയും, അതാണ് നിന്റെ പരിപാടി. നീ അനീഷ് ഏട്ടനെ പറ്റി തകർക്കണമെന്ന് നിന്റെ പറഞ്ഞു, അനീഷ് ഏട്ടൻ വളരെ മോശമാണെന്ന് പറഞ്ഞു, അനു ഭയങ്കര മോശമാണെന്ന് പറഞ്ഞു, ഈ ഗ്രൂപ്പ് ഭയങ്കര മോശമാണെന്ന്. അപ്പൊ നെവിൻ പറയുന്നതുകൊണ്ട് നമുക്കത് ഉള്ളതാണോ കള്ളമാണോ എന്ന് വിശ്വസിക്കാനും പറ്റത്തില്ല. നെവിൻ അല്ലേ പറയുന്നേ. ഈ വിഷയങ്ങളൊക്കെ നെവിൻ പറയുന്നതിന് മുന്നേ കുറച്ചു നേരം മുമ്പേ ആദിലയും നൂറയും സാബുമാനും കൂടെ ഒക്കെ ഇരുന്ന് സംസാരിക്കണം. നെവിൻ അവന്റെ പ്രൊവോക്കേഷൻ എനിക്കിപ്പോൾ മനസ്സിലായി. സാബുമാൻ എനിക്കിപ്പോൾ മനസ്സിലായി, അവൻ ഇനി എന്നെ എത്ര വേണമെങ്കിലും പ്രൊവോക്ക് ചെയ്യാൻ വന്നോട്ടെ. അവൻ എന്നെ കുറേ വിളിക്കുമായിരുന്നല്ലോ, ഇപ്പം എനിക്ക് മനസ്സിലായി അവൻ്റെ വേ. ഇനിയിപ്പോൾ ഞാൻ ഇഗ്നോറൻസ് എന്ന് പറയുന്ന സാധനം ഞാൻ പഠിച്ചു, ഇനി എന്ത് വേണമെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് ഒരു ഗുരുവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നെവിൻ വന്നത് പൊട്ടിക്കുന്നത്. അപ്പൊ സാബുമാനെ പൊളിയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവസാനം അക്ബർ കൂടെ ഒന്നെടാ നീ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ സാബുമാൻ, ഞാൻ പറഞ്ഞോ
ഞാൻ പറഞ്ഞു എടാ വീഡിയോ കാണിച്ചു തരുവാടാ ലാലേട്ടൻ എന്ന് നെവിൻ പറയുകയാണ്. അപ്പം ആണോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഇരിക്കുകയാണ്. സാബുമാൻ പറഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. ഓക്കെ, ഇതാണ് അവിടെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവർക്കൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. മോർണിംഗ് ആക്ടിവിറ്റി ഒന്നും അല്ല, ഒരു ടാസ്ക്. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുക. പണവുമായിട്ട് ബന്ധപ്പെട്ട വീക്കെൻഡ്, മണി ബാങ്ക് വീക്കല്ലേ, അപ്പൊ അതുകൊണ്ട് പറയാണ്. അതിനെക്കുറിച്ച് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടെ ലൈവിൽ നടക്കുന്നത്. ഒരു പ്രൊമോ ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. കിച്ചണിൽ അടിയാവുന്നത് എമാതിരി നാട്ട കേസ്. എനിക്ക് വയ്യ, എനിക്ക് കിച്ചൺ തീറ്റി ആഹാരത്തിന്റെ പേര് വഴക്കും അടിയും. സത്യം ഭയങ്കര ബോറിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അപ്ഡേറ്റും ഇല്ലല്ലോ, ഒരു അപ്ഗ്രേഡ് വരുന്നില്ലല്ലോ ഈ സീസണിൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് നോക്കാം, അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ.